തള്ളക്ക് സുഖിച്ചു. ഇവള് തീരെ ശരിയില്ല കേട്ടോ. പണ്ടത്തെ രമ്യല്ല രമ്യ. ആക്ച്വലി ഞാൻ വളരെ ദുഃഖത്തോടെയാണ് കഴിക്കുന്നത്. ഒന്ന് പോയല്ലേ ചേച്ചി. ഞാനൊരു ഹിന്ദു അല്ലേ, അതുകൊണ്ട് എന്താ ബീഫ് ഒന്നും ഞാൻ കഴിക്കുന്ന ടൈപ്പ് അല്ല. ചേച്ചി കുക്ക് ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടമല്ലല്ലോ. ആരെങ്ങനത്തെ കളത്രം പറഞ്ഞത്? നമ്മുടെ പ്രൊഡ്യൂസർ അപ്പൂസ്. അപ്പൂസ്, യു ആർ ബിക്കമിങ് എ പപ്പൂസ്. രമ്യ നീ എന്നെ കുറെ ചിരിപ്പിക്കുന്നത്. ചിരിക്കുമ്പോ എന്റെ മുഖത്ത് ചുളിവുകളൊക്കെ പുറത്തു വരും. 4 പേരും അവർ 2 പേരും കൂടെ ഇംപ്രോവൈസ് ചെയ്തിട്ടാണ് ഇതൊരു പെർഫെക്റ്റ് മൂവി ആയിട്ട് അന്ന് വന്നത്. ഞാനും അത് കേട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ മോഹിനി എന്തോ സ്പിരിച്വൽ ആയിട്ട് മൂവി ചെയ്തു. ഞങ്ങൾ നമ്പേഴ്സ് പോലും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണോ? ഷീ വെന്റ് ഹർ വേ, ഐ വെന്റ് മൈൻ. ഞാനും എന്റെ മോളും ഒരേ ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. എളുപ്പമാണല്ലേ? മിനിമലിസം മറക്കരുത്. ഇനിയിപ്പോ എന്താണ് ഈ ഡ്രസ് എനിക്ക് വേറെ എവിടെ ഇടാൻ പറ്റില്ല. ഞാൻ ഇന്റർവ്യൂ നോക്കിയത് ഞാനിങ്ങനെ ചിരിക്കാനത്, എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇനി എന്നെ നോക്കി എല്ലാവരും പറയാ എന്തൊക്കെയാ ഇവള് പറയുന്നത്. ലേറ്റ് ആയി വന്നാലും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടാ വരുന്നത്. വാച്ച് ഇറ്റ്. എങ്ങനെയുണ്ട്? Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. ഹലോ, നമസ്കാരം. ലുലു ഹോളിഡേസ് പ്രസൻസ് സല്ലാപത്തിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സല്ലാപത്തിൽ എന്നോടൊപ്പം ദാ കണ്ടല്ലോ നമ്മുടെ സ്വന്തം നീന ചേച്ചിയാണ്. നീന ചേച്ചിയെ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങള് കുറേ നേരമായി ഞങ്ങൾ ഇവിടെ ഒരു കാക്കനാട് നല്ലൊരു ബ്യൂട്ടിഫുൾ കോഫി ഷോപ്പിൽ ഞങ്ങൾ വന്നിരിക്കുക. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ദാ ഞങ്ങളുടെ കയ്യിലൊക്കെ കണ്ട ഒരു ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരമായിട്ട് സല്ലപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദാ പെട്ടെന്ന് ഇപ്പൊ ടേക്ക് ഒക്കെ ആയിട്ട് നമ്മളിപ്പം തുടങ്ങി പോകുന്നത്. ചേച്ചിയെ ഞാൻ കണ്ട അന്ന് മുതൽ ഇന്ന് വരേക്ക് ഇപ്പൊ ഞാൻ കാണും. എത്ര വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു മാറ്റവും ഇല്ല. ചേച്ചി അതേപോലെ തന്നെ, എനിക്ക് തോന്നുന്നു അന്നത്തെക്കാട്ടിലും യങ് ആയിട്ടേ ഉള്ളൂ ചേച്ചി. അതുപോലെ നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻ, നന്നായിട്ടിരിക്കുന്നു. രമ്യ, താങ്ക് യു സോ മച്ച്. കോംപ്ലിമെന്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കും അത് തന്നെയാ രമ്യയോട് പറയാനുള്ളത്. ഐ തിങ്ക് ഓൾമോസ്റ്റ് 14 years ആയിട്ട് നമുക്ക് പരിചയമുണ്ട്. ഈ 14 അല്ല ചേച്ചി, അതിലും കൂടുതൽ അതിലും, കാരണം ഞാൻ ഏഷ്യാനെറ്റിൽ 2001-2002 നമ്മൾ പരിചയപ്പെട്ടത്. So that's around 23-24 years. Oh God. പക്ഷെ അന്നും രമ്യക്കും ഒരു മാറ്റവും ഇല്ല. സെയിം പേഴ്സൺ, എക്സാക്ട്ലി ഇതേ ചിരി. അന്നും ഈ ഡാസ്ലിംഗ് സ്മൈൽ ആയിരുന്നു രമ്യന്റെ USP. ഇറ്റ് സ്റ്റിൽ ദേർ. ആൻഡ് ആ എനർജിയും എന്താണ് മുഖത്തുള്ള എല്ലാം സെയിം പ്രസന്നതയും എല്ലാം ഉണ്ട്. ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ തമ്മിൽ അടുപ്പം കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ കഴിഞ്ഞു. ചേച്ചിയെ ഞാൻ 10 തവണ പറഞ്ഞു പൊക്കാൻ, ചേച്ചിയെ തിരിച്ച് 20 തവണ പറഞ്ഞു പൊക്കാന്ന് പറഞ്ഞ് ആ ഒരു ഡീലിലാണ് തുടങ്ങിയത്. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക്, എന്നിട്ട് ഞാൻ ഇതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം കേട്ടോ. സെഗ്മെന്റ് എന്താന്ന് വെച്ചാൽ, ചേച്ചി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തരമാറ്റ് ഷൂട്ടിങ്ങില് ചേച്ചി എങ്ങനെയാണ് സെറ്റിൽ എല്ലാവരോടും ബിഹേവ് ചെയ്യണത്, സെറ്റിലെ നീനാക്കുറിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെയുള്ള ഒരു ചോദ്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ചേച്ചി കറക്റ്റ് ആയിട്ട് എന്നോട് ആൻസർ പറയണം. വേറെ ആരോ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? വേറെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാ മതി. മതി. അപ്പൊ അതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യം. ഞാൻ ക്രോസ് ചെക്ക് ചെയ്യും. ക്രോസ് ചെക്ക് ചെയ്യാൻ പത്തനംതിട്ടയിൽ 1-2 പേരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. ആണോ? അപ്പൊ ഇനി ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നതാണ് വേദവാക്ക്. ആണോ? ഓക്കെ, അങ്ങനെ വിചാരിച്ചാ മതി. പ്രൊഡ്യൂസറെ കേട്ടല്ലോ. ശരി, രമ്യ, നമ്മൾ തമ്മിൽ 10-25 വർഷത്തെ ബന്ധമുണ്ട്. അതെ, നമ്മൾ തൃപ്പൂണിത്തരക്കാരും കൂടിയാണ്. നമ്മള് കൈവിടരുത് അങ്ങോട്ടും. ഞാൻ കൂടെ ഉണ്ട്. എന്നാലും ഉത്തരം പറയുമ്പോൾ നോക്കിക്കണ്ടും പറഞ്ഞേക്കണം കേട്ടോ. ചോദ്യം എന്താണെന്നറിയോ? പൊതുവെ ലൊക്കേഷനിൽ വന്നാൽ നീന ചേച്ചി അന്വേഷിച്ച് നടക്കാറുള്ള ഒരു കാര്യം, അതെന്തിനായിരിക്കും ചേച്ചി എപ്പോഴും അന്വേഷിച്ച് നടക്കുന്നത്? അങ്ങനെയുണ്ടോ? സ്ഥിരമായിട്ടും ചേച്ചിക്ക് എന്തെങ്കിലും അന്വേഷിച്ച് നടക്കുവോ? ഇല്ലല്ലോ. ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. അത് അവിടെ ചർച്ചയായിട്ടും ഉണ്ട് നിങ്ങളുടെ ലൊക്കേഷനില്. പാല് വേണോ? പാലോ? പാല് കുടിയാണോ? ഇന്നും പാല് കുടിച്ചോണ്ടിരിക്കും എപ്പോഴും? പിന്നെ ഇപ്പോഴും പാല്. ഒരു ദിവസം എത്ര ഗ്ലാസ് പാല് കുടിക്കും? എത്ര വേണമെങ്കിലും പാല് കുടിക്കാം. വെറുതെ പാൽ നിറം. പാല് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വീക്ക്നെസ് ആണ്. ആണാ? അപ്പൊ ലൊക്കേഷനിൽ രാവിലെ ചെന്ന ഉടനെ പാലുണ്ടോ അങ്ങനെ ചോദിക്കും. എന്റെ അന്വേഷണം നടക്കുന്നത് എന്റെ പെട്ടിയാണോ? അതൊന്നും പറയാൻ പറ്റില്ല. പെട്ടിയോ അല്ലെങ്കിൽ പെട്ടിയുടെ താക്കോലായിരിക്കും.
താക്കോൽ എപ്പം കളയും. കളയോ? പെട്ടി സൂക്ഷിക്കാറില്ല. അതും പിന്നെ പൂക്കള്. അപ്പോ ചേച്ചി ഇത് എത്ര ഉത്തരങ്ങളാണ്? ഇതൊന്നും പറ്റില്ല ചേച്ചി. പൂക്കള് തമാശ ഞാൻ എനിക്ക് എന്താണെങ്കിലും പറയണം. ഈ പത്തനംതിട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇടക്കിടക്ക് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷന് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. മിക്ക ഫംഗ്ഷനിലും ഞാൻ ഇടുന്ന സാരീസിലൊക്കെ എന്റെ തലയിലുള്ള പൂക്കളൊക്കെ ആ ഡെക്കറേഷന് പറിച്ച പൂക്കളായിരിക്കും. കള്ളി അവിടെ നിന്നും പറിക്കും സാധനങ്ങള്. അത് ഫുൾ പറിച്ചിട്ടുണ്ടാവും. അപ്പൊ ചുവന്ന പൂവ്, നീലപ്പൂവ്, എന്റെ അടുത്ത് എന്തോ ഒരു കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ആണ്. എല്ലാ കളറും കളക്ഷൻ ഉണ്ട്. അതൊക്കെ പത്തനംതിട്ട ഡെക്കറേഷൻ പറിച്ചു വെച്ചതാണ്. എന്നാ ചിലപ്പോ അതായിരിക്കും. നോക്കാം എന്താണെന്ന്. ഓക്കെ, അടുത്ത ചോദ്യം. മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നീന ചേച്ചി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ്. ഇതൊക്കെ ആരാ ഇത് പറഞ്ഞു തരുന്നത്? പ്രൊഡ്യൂസർ സർ. പ്രൊഡ്യൂസറെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ബ്രൂട്ടസ്. യെസ്. അങ്ങനെ ഇരിക്കുന്നോ? ഭയങ്കര ഇത് തന്നെയാണ്. ഞാനിതിലൊക്കെ തോറ്റു. അങ്ങനെയൊന്നും തോന്നിക്കരുത്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ പറയുന്നത്. അതെന്തായിരിക്കും? മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ചേച്ചി ഇപ്പം ചേച്ചി എന്നെ അപ്രീഷിയേറ്റ് ആണെങ്കിൽ എപ്പോഴും എന്താ ചേച്ചി സുന്ദരിയാന്ന് പറയും. ഓ അങ്ങ്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ അത് ശാന്തനുവിന്റെ അടുത്താണ് എന്ത് പറയും? ശാന്തനു നല്ല സൂപ്പറാ. അപ്പൊ ഇനി പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് എന്ത് പറയും? സ്മാർട്ടാ. അപ്പൊ ഒന്നും ചേച്ചി ഒന്നും അല്ല. ഇതൊന്നും അല്ല. ഒന്ന് എത്തി നോക്കട്ടെ. ഇതിനകത്ത് ഉത്തരം ഇല്ല. എനിക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഉത്തരം അറിയില്ലേ ആർക്കും? പിന്നെ എപ്പോ ആര് പറയും ഉത്തരം? ചേച്ചി പറയുന്നത് വേദവാക്യമാണ് ഞങ്ങൾക്ക്. എന്നാ ഞാൻ എന്തും പറയാം. പറയൂ. ഞാൻ എപ്പോഴും ആദ്യം അന്വേഷിച്ച് നടക്കുന്നത് എനിക്കിരിക്കാൻ പറ്റുന്ന ഒരു മൂല, ഒരു കോർണർ. ഓക്കെ, അത് ആ ഒരു എല്ലാ സ്ഥലത്തും എനിക്ക് അറിയുന്ന ഇപ്പം പത്തനംതിട്ട 2 വീടാണുള്ളത്. അപ്പൊ നന്ദാവനം വീട്ടില് എനിക്കറിയാം എനിക്ക് ഏത് സ്ഥലം വേണം. ഇപ്പുറത്തെ വീട്ടിലാണെങ്കിലും എനിക്ക് ഒരു കോർണർ ഉണ്ട്. ഞാനുള്ള ദിവസം എനിക്ക് ആ കോർണർ കിട്ടും. ആ കോർണർ. അപ്പൊ അവിടെ വേറെ ആരെങ്കിലും ആ കോർണർ എടുത്തു പോയിട്ട് ഞാൻ പിടിച്ച് പറ്റി നീക്കി ഞാനവിടെ പോയിരിക്കും. എന്ത് സാധന ചേച്ചി! എന്നാൽ അവരെ തള്ളി മാറ്റി. അവിടുത്തെ ഏറ്റവും പ്രായമുള്ളത് ഞാനും ടോണിയാണ്. ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയാ പ്രയോറിറ്റി കിട്ടണ്ടേ. അപ്പൊ ഞാനിപ്പോ ചേച്ചിയുടെ സീറ്റിൽ വന്നിരുന്നു എന്ന് വെക്കാം. ചേച്ചി എങ്ങനെ എന്നെ മാറ്റുക? ഞാൻ കുറച്ചേരം നോക്കും മാറുമോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോവല്ലോ. അപ്പൊ ഞാൻ എല്ലായിടത്തും മാറ്റി. പിന്നെ എന്നോട് ആരും അങ്ങനെ ചെയ്യില്ല. കാരണം എല്ലാവർക്കും അറിയാം അവരെല്ലാവരും പ്രായത്തെ ബഹുമാനിക്കുന്ന ആളാണ്. ചേച്ചി ഭയങ്കര സംഭവം കേട്ടോ. ആവശ്യങ്ങൾക്കെല്ലാം ചേച്ചി പ്രായം എടുത്ത് ഉപയോഗിക്കും. സത്യം. ഉടനെ തന്നെ ഷഷ്ടിപൂർത്തിയാവാൻ പോലും മക്കളെ. ഈ വേഷവും ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞ എന്തെങ്കിലും നടക്കുവോ? പക്ഷെ അവരൊക്കെ ഭയങ്കര പാവങ്ങളാണ്. ആണോ? തോന്നുന്നു. ഓക്കെ, ഇനി അല്ലെങ്കിലും ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും പാവങ്ങളാവും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ വേദവാക്യം എന്താ? ഞാൻ പറയുന്നതോ ആരെങ്കിലും കോംപ്ലിമെന്റ് പറയുന്ന ചുന്ദരി എന്ന് വിളിക്കും. ചുന്ദരി ആണ്. അപ്പൊ പയ്യനാണെങ്കിൽ ചുന്ദരൻ എന്ന് പറയാം. സുന്ദരനാന്ന് പറയും. സുന്ദരനാന്ന് പറയും. ഓക്കെ, നോക്കട്ടെ. അടുത്തത്, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഭക്ഷണം കിട്ടുന്നതാണ് നീന ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം? പൂരി മസാല, പുട്ടുകടല. ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെ? എന്തെങ്കിലും ഒരെണ്ണം എനിക്ക് ഒരു ഓപ്ഷൻ തരൂ. പൂരി മസാല. ചേച്ചിക്ക് കുക്ക് ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടമല്ലല്ലോ. എന്റെ വീട്ടിലെ വീടിന്റെ കൂടെ ഒരു കിച്ചൺ ഉള്ളതാ. ഇനി ഞാനായിട്ടൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ കിച്ചൺ ഉണ്ടാവില്ല. അതിന്റെ ആവശ്യമേ ഇല്ല. രാവിലെ മുതലേ ഓർഡർ ചെയ്യാ. പിന്നെ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് എന്റെ ഫ്രിഡ്ജ് അക്ഷയപാത്രം ആക്കി തരുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇനിയും കിട്ടാൻ വേണ്ടി ഫസ്റ്റില് നിൽക്കുന്ന ഷേളിയാണ്. പിന്നെ ഉണ്ട് ഷൈനി ഉണ്ട്. പിന്നെ മോളുടെ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ആണോ? പുള്ളിയെ ഫുഡ് ഇടക്കതൊക്കെ കൊണ്ടുതരും. പുള്ളി നല്ല കുക്കാണ്. പിന്നെ പുള്ളി പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിലും വീട്ടിൽ കൊണ്ട് തരും. പിന്നെ എനിക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന് അറിയുന്നോണ്ട് ഈസ് വെരി സ്വീറ്റ്. അങ്ങനെയൊക്കെ ബിരിയാണി കൊണ്ടുതരും വീട്ടില്. ഓക്കെ, അപ്പൊ അതെല്ലാം. എന്റെ ഫ്രിഡ്ജ് ഒരു അക്ഷയപാത്രമാണ്. ഫ്രിഡ്ജില് ഒഴിഞ്ഞിട്ട് ഫുഡ് ഇല്ലാത്ത സമയം എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്നും ചേച്ചി ചെയ്തതാന്ന് വിചാരിക്കേ വേണ്ട. പിന്നെ എന്റെ ചേച്ചിമാരൊക്കെ മാത്രം പറയും, ഞാൻ വിളിക്കുമ്പോ എന്താ ചേച്ചി എന്താ വരാത്ത, എന്താ നിന്റെ ഫ്രിഡ്ജിലെ പഴയ തന്നെ തീർക്കാനുണ്ടോ എന്ന് ചോദിക്കും. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ പവിത്രയ്ക്ക് ഇടയ്ക്ക് അമ്മ എനിക്ക് ഇത് ഉണ്ടാക്കി തരും അവൾ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടും ഉണ്ടാവില്ല. അവക്കറിയാലോ എന്നെ. അതെ, അമ്മ ഉണ്ടാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചത് അവള് പറയും. അവൾ അച്ഛനോട് പറയും
എനിക്ക് ചെമ്മീൻ വേണം, ഞണ്ട് വേണം എന്നൊക്കെ അച്ഛനോട് പറയും. നീനോട് പറയില്ല. ഓക്കെ, പക്ഷെ ഞാൻ ഉണ്ടാക്കൂട്ടോ. ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാല് രമ്യക്ക് ഞാൻ ഒരു ദിവസം ഞാൻ പായസം, ഞാൻ നല്ല പൈനാപ്പിൾ പായസം ഉണ്ടാക്കും. ഞാൻ രമ്യക്ക് കൊണ്ടുതരാം. ഐ മേക്ക് ഓസം പൈനാപ്പിൾ പായസം. ഞാൻ നന്നായിട്ട് ചെമ്മീൻ കുക്ക് ചെയ്യും, ഫിഷ് കറി കുക്ക് ചെയ്യും. പിന്നെ ഏതൊക്കെയാ ഞാൻ കുക്ക് ചെയ്യുന്ന ചോലി? ടൊമാറ്റോ കറി. ടൊമാറ്റോ കറി, ചെമ്മീൻ ഇട്ടിട്ടുള്ള ടൊമാറ്റോ കറി നന്നായിട്ട് കുക്ക് ചെയ്യും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കൊള്ളാമോ? എന്റെ പൈനാപ്പിൾ പായസം അത് ഓർമ്മ പോലും ഇല്ല. എന്റെ പൈനാപ്പിൾ പായസം You don't know my pineapple പായസം. ചേച്ചി ചീറ്റിപ്പോയി ചേച്ചി. എന്റെ പൈനാപ്പിൾ പായസത്തിന് ഇങ്ങനെ വഴിയാധാരം ആക്കാൻ പാടില്ലായിരുന്നു. സത്യം ഞാൻ ചോദിച്ചത്. പൈനാപ്പിൾ പായസം ദോശ അത് എളുപ്പമല്ല, ഇങ്ങനെ പരത്തിയാ പോരെ. നേരിയ ദോശ, ക്രിസ്പി ദോശ. അതിന്റെ കൂടെ സാമ്പാറും ചട്നി ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ പൊടി വാങ്ങിച്ച് ആ പൊടിയിൽ നല്ല നെയ്യും നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും എല്ലാവർക്കും. പക്ഷെ ആ ദോശ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ കഴിക്കാം എന്നല്ലേ? അത് ഞാന് ചൂടോടെ എല്ലാവരും അവിടെ ഇരിക്കണം ടേബിൾ മേലെ. ഓരോരുത്തർക്കും വൺ ദോശ, വൺ ദോശ അങ്ങനെ കൊടുക്കും. എന്നാലും പൈനാപ്പിൾ പായസം ചീറ്റിപ്പോയി. ഞാനിത് മാറ്റി പറയിപ്പിക്കും. രമ്യ വേറെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യുമ്പോ പറയും, മീന ചേച്ചിന്റെ ഒരു പൈനാപ്പിൾ പായസം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇവള് തീരെ ശരിയില്ല കേട്ടോ. പണ്ടത്തെ രമ്യ അല്ല രമ്യ. നീ എന്നാലും പഴയ കൊച്ചി അല്ല, ദുഷ്ടത്തിയായി നീ. കൂടെ നല്ല ഭംഗിയുടെ ചെരുപ്പൂട്ടോ, മാലയൊക്കെ നല്ല രസമുണ്ട്. ആള് കൊള്ളില്ലെന്നേ ഉള്ളൂ. ആള് കുഴപ്പമില്ല, കുറച്ചും കൂടെ സ്വീറ്റ് ആവണം. കുറച്ചും കൂടെ സ്വീറ്റ് ആവാ. എന്റെ ചേച്ചി, നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര വർഷമായി? 13 കഷ്ടകാലങ്ങൾ. 13 വർഷം. എന്റെ 13 വർഷകാലത്തിന്റെ കഷ്ടമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ചേച്ചി കള്ളത്തിന് എന്നെ സഹിക്കാൻ പറ്റുന്ന ആദ്യം എങ്ങനെ സഹിക്കുന്നു? കഷ്ടപ്പാടാണ്. അല്ലല്ല, ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. ഷേളിനെ സഹിക്കാൻ വേറെ ആർക്കും പറ്റാത്തോണ്ട് ഷേളി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ചേർന്നത്. അപ്പൊ എന്നെ സഹിക്കാൻ വേറെ ആരും ഇല്ലാത്തോണ്ട് ഷേളി എന്നെ സഹിച്ചു. അങ്ങനെ ഒരു ചെയിൻ. ഇനി ഞങ്ങൾക്ക് വേറെ ഇതുപോലെ വേറെ ഫ്രണ്ട്സ് ഞാൻ പറയാം, ഷൈനി അങ്ങനെ കുഞ്ഞുമോൾ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഒരു സഹനത്തിന്റെ ബേസിസിൽ അങ്ങനെ ഒത്തുകൂടി നിൽക്കുന്നതാണ്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് എന്റെ അക്ഷയപാത്രം എന്ന് പറയണെങ്കിൽ ഇവരൊക്കെ വേണോ? ഇവര് കനിഞ്ഞാലേ ഇന്ന് രാവിലെ വരെ ഷെളിന്റെ വീട്ടിൽ നിന്ന് ചിക്കൻ കറി, ചോറ് വരെ ഇന്ന് എനിക്ക് തന്നു ഷെളി. ബ്രെഡ് നോക്കണ്ട. ചിക്കൻ കറി ഉണ്ടായിരുന്നു, മട്ടൻ കറി ഉണ്ടായിരുന്നു. ബീഫ് ഒന്നും പറയരുത്, ഞാനൊരു ഹിന്ദു അല്ലേ. അതുകൊണ്ട് എന്താ ആരും അറിയില്ല, ഞാൻ ബീഫൊന്നും ഞാൻ കഴിക്കുന്ന ടൈപ്പ് അല്ല. ചിക്കൻ മട്ടൻ ആക്ച്വലി ബീഫായിരുന്നു. നമ്മുടെ ക്യാമറ ഫുൾ റോളിംഗ്. ഇതൊന്നും നമ്മള് കട്ട് ചെയ്യൂല. ഞാൻ ഹിന്ദു അല്ലേ രമ്യ? രമ്യ ഒരു ഹിന്ദു അല്ലേ? ചേച്ചി ഇന്റർവ്യൂ കൊടുക്കാതിരുന്നതിന്റെ നല്ലത്. അതെ, ഞാൻ തന്നെ എന്റെ കുളം കുഴിച്ച് തോണ്ടല്ല കുടിക്കുക. അതെ, അല്ല അതെന്തിനാ ചേച്ചി? ഇപ്പം ഹിന്ദുക്കളിലാടെ തന്നെയും ബീഫ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. വിഷമാണ് അത് പറയുമ്പോ. അതെന്താ? അത് ഇടക്കിടക്ക് എനിക്ക് വിഷമം തോന്നുന്നു. അതിനെ കഴിക്കായിരുന്നൂടെ? അത് പറ്റും. ഞാൻ ശ്രമിച്ചു ഒരു 3-4 മാസം. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ഹോട്ടൽ സോണിയ പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ഞാൻ ഒരു സോണിയയിലെ ശശിയേട്ടനോട് ഞാൻ പറഞ്ഞു, ശശിയേട്ടാ ഞാനിനി ബീഫ് കഴിക്കില്ല, ഞാൻ ബീഫ് നിർത്തി. എന്താ കാരണം? ഞാൻ പറഞ്ഞു, ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിലെനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഞാൻ ഇനി ഒരിക്കലും ബീഫ് കഴിക്കില്ല എന്ന്. ഞാൻ അതിൽ കൂടെ പോകുന്ന സമയത്ത് മുഴുവൻ ഞാൻ ചിലപ്പോൾ വട വാങ്ങിക്കാനോ മറ്റേ പത്തിരി വാങ്ങിക്കാനൊക്കെ നിർത്തും. അപ്പൊ പുള്ളി ദേ മോളെ നല്ല ബീഫുണ്ട് ഡെയിലി ഇത് പറയും. ഞാനവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഞാൻ ഒരു ദിവസം ദേഷ്യം പിടിച്ചാൽ പറഞ്ഞു, ഓക്കെ ശശിയുടെ ഒരു പ്ലേറ്റ് പാക്ക് ചെയ്യൂ, ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം, അവിടെ കൊണ്ടേ കൊടുക്കട്ടെ എന്ന്. അവിടെ കൊണ്ടേ കൊടുത്തപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ കഴിച്ചു, നല്ല രുചിയുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ടേസ്റ്റ് നോക്കല്ലേ. അങ്ങനെ ടേസ്റ്റ് നോക്കി പിന്നെ എടുക്കും. അപ്പൊ അങ്ങനെയാണ് ചേച്ചി നമ്മുടെ കോഴീനെ ഇതുപോലെ തന്നെ കൊന്ന് കഴിക്കുന്നു. ഫിഷ് ആണെങ്കിൽ അതും ജീവനുള്ള സാധനമാണ്. വിഷമാണത്, വിഷമുണ്ട്. ഞാൻ പക്ഷെ കഴിച്ചു പോകുന്നതാ.
അപ്പൊ ഇപ്പൊ പിന്നെ എല്ലാരും പറയുന്നുണ്ടല്ലോ ഇങ്ങനെ പശുവിനെയും പോത്തിനെയും നമ്മൾ ദൈവികമായിട്ട് കാണേണ്ടതാണ്, കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ ചേച്ചിക്ക് കേൾക്കുമ്പോ ഒരു ഇതേ ഉള്ളൂ, പക്ഷെ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ വളരെ ദുഃഖത്തോടെയാണ് കഴിക്കുന്നത്. പക്ഷെ രുചിയുടെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ ബീഫ് അല്ല കഴിക്കുന്നത്. ഞാൻ അതിലെ ബീഫിന്റെ രുചിയല്ല ആസ്വദിക്കുന്നത്, അതിലുള്ള മസാലയുടെ അതിലിടുന്ന നല്ല മസാല, നല്ല സ്പൈസസ് ഒക്കെ ഇടുന്നത്, ആ രുചിയാണ് ഞാൻ. മട്ടനെന്താ ജീവനില്ലേ? ആടിനെന്താ ജീവനില്ലേ? അതൊക്കെ കഴിക്കുമ്പോ എനിക്ക് വിഷമുണ്ട്. ഞാൻ പറഞ്ഞു പക്ഷെ അതിലെ മസാല അതിന്റെ മസാല കഴിക്കുക, ഗ്രേവി മാത്രം എടുത്ത് കഴിക്കും. രമ്യ നീ എന്നെ കുറെ ചിരിപ്പിക്കരുത്. ചിരിക്കുമ്പോ എന്റെ മുഖത്ത് ചുളിവുകളൊക്കെ പുറത്തു വരും. ചിരിപ്പിക്കരുത് പ്ലീസ്. ചുളിവൊക്കെ മാറ്റട്ടെ പ്ലീസ്. 16 വയസ്സാവാനുള്ളതാ എനിക്ക്. ഒരു മിനിറ്റ് പ്ലീസ്. എക്സസൈസ് ഇതൊക്കെ ചെയ്യാറുണ്ടോ ചേച്ചി? ഫേസ് ലിഫ്റ്റിംഗ് ആഗ്രഹം. ചില ദിവസം ഈ വീഡിയോ കണ്ടോ, ഇൻസ്റ്റ നോക്കി കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഫേസ് യോഗ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഫേസ് യോഗ 1 2 3 4 5 6 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സ്പീഡ് കൂടും. മെല്ലനെ തുടങ്ങും. 1 2 3 4 5 6 7 8 9 10 നടക്കില്ല. അപ്പൊ ആഗ്രഹമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. എന്റെ കണ്ണ് നിറയാ ചേച്ചി. ഓക്കെ, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ ഭഗവാനെ. എനിക്ക് എന്നെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ 23 ഇയേഴ്സ് മുന്നേ കാണുന്ന പരിചയപ്പെടുമ്പോ നീന കുറുപ്പേ അല്ല, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടിയതിന് ശേഷം തോന്നുന്നു കേട്ടോ ചേച്ചി ഇത്ര വൈബ്രന്റ്, ഇത്ര അല്ലല്ല. അത് ഞാൻ തിരിച്ചിട്ട് ഷേളിനോട് എല്ലാവരും പറഞ്ഞു. ഷേളി മഹാമോശാട്ടിയായിരുന്നു. നീന കുറുപ്പിന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഷേളി ഭയങ്കര സ്മാർട്ടായി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷേളിയുടെ എല്ലാ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും പറയുന്നത്. മാറ്റി പറയരുതേ. എനിക്കാണ് നടക്കേണ്ടത് പ്ലീസ്. I have an image. I'm a celebrity. I am a celebrity. Okay, next question, baby. എനിക്ക് വയ്യ. Next question. Yes, okay. എന്തായിരുന്നു? എന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സെറ്റിൽ നീന ചേച്ചിയോട് പൊതുവെ സഹതാരങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ പേടിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ വല്ലാത്തൊരു ബഹുമാനമാണ്, മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ്. ഇതിലേതാണ് സത്യം? ഒന്നുമില്ലാത്ത ബഹുമാനം ഇല്ലാന്ന് എന്തെങ്കിലും വല്ല ഓപ്ഷൻ ഉണ്ടോ? ഒരെണ്ണത്തിന് എന്നോട് ഒരു ബഹുമാനവും ഇല്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പം ചേച്ചി എന്നൊക്കെ വിളിക്കും, ഇല്ലെങ്കിൽ ഡി നീനെ ഇതൊക്കെ വിളിക്കും. എന്നെ ബഹുമാനവും ഇല്ല സത്യം. പക്ഷെ എന്റെ കുട്ടികള്, എന്റെ 3 മക്കളും വളരെ സ്നേഹത്തോടെയാണ് നീനമ്മ എന്നൊക്കെ വിളിക്കും. ചേച്ചിക്ക് ഓർമ്മയുണ്ട് എന്റെ സമപ്രായക്കാരല്ല, പക്ഷെ ക്യാരക്ടേഴ്സിൽ എന്റെ സമപ്രായക്കാരായ ആൾക്കാരാണല്ലോ അവരൊക്കെ. അമ്മായിമ്മമാരൊക്കെ ഒരേ സമപ്രായം. ആക്ച്വലി 20 ഇയേഴ്സിൽ മേലെ എന്നെക്കാട്ടും യങ്ങർ ആയിരിക്കും. പക്ഷെ നമ്മള് അമ്മമാരായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരെന്നെ നീന എന്ന പേര് വിളിക്കുന്നത്. ബഹുമാനം ഇല്ല എന്നല്ല, ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്, ലൈക്ക് എ ഗുഡ് ഫ്രണ്ട്. ഇതൊന്നുമല്ല ചേച്ചി എല്ലാവരോടും പറയും, എന്നെ ചേച്ചി എന്ന് വിളിക്കരുത്, എന്നെ അമ്മ എന്ന് വിളിക്കരുത്, എന്നെ നീന എന്ന് തന്നെ വിളിക്കണം. എല്ലാവരും എന്നെ അങ്ങനെ നിങ്ങളുടെ ഏജിൽ തന്നെ കാണണം എന്നുള്ളത് ചേച്ചിയുടെ ടാക്ടിക്സ് ആണ്. യെസ്, ഇറ്റ് ഈസ് ചേച്ചിയുടെ. കട്ടിയില്ല. ഇനി ചേച്ചി പറഞ്ഞതിന്റെ ഒക്കെ സത്യാവസ്ഥ ഉണ്ടല്ലോ, നിനക്ക് അറിയാലോ സത്യാവസ്ഥ ഞാൻ പറയും. അതിനു മുമ്പേ ചേച്ചിനെ പ്രാങ്ക് ചെയ്തത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? പിന്നെ എന്താ ഇപ്പൊ ഞങ്ങള് മറ്റേ ആകാശും അബിയും ജലജയും കൂടെ എന്നെ വിളിച്ചു. ഈ ജലജയ്ക്ക് ഇച്ചിരി വട്ടാട്ടോ, ഒരു വെരി സോറി സ്മിത, ഒരു ഇച്ചിരി 2 പിരി ലൂസാണ്. അപ്പൊ 2 പിരി ലൂസിൽ ഇവള് എന്നെ വിളിക്കണേ. അത് മൈൽസ്റ്റോൺ എന്നാണ് വിളിച്ചു. അപ്പൊ എന്നോട് പറയാ, നീന ഞാനിവിടെ കുടുങ്ങിക്കിടക്കുവാണ്, ഞാൻ ഉദ്ഘാടനത്തിന് വന്നു, ഒരു ജ്വല്ലറി കട എന്ന് ചെയ്ത് ജ്വല്ലറി മുക്ക് ബണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ഏപ്രിലൊക്കെ കഴിഞ്ഞിട്ട് മെയ് മാസം പറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നോക്ക് സ്മിതേ, ഏപ്രിൽ ഫുള്ളൊക്കെ കഴിഞ്ഞു, നീ കാര്യം പറ, സത്യം പറ, എന്നെ പറ്റിയേക്കാൻ നോക്കല്ലേ. ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അയ്യോ ആണോ, എന്താ, എവിടെയാ നീ ലൊക്കേഷൻ അയച്ചതാ, ഞാൻ ഓടി വരാം. ചേച്ചി പറഞ്ഞു ലൊക്കേഷനിലേക്ക്. ഞാൻ ആരെ ഞാൻ വിളിക്കണം എന്ന് വെച്ചു.
ആരാ ഇങ്ങനത്തെ കളത്രം പറഞ്ഞത്? നമ്മുടെ പ്രൊഡ്യൂസർ അപ്പൂസ്. പ്രൊഡ്യൂസറെ അപ്പൂസേ, അപ്പൂസ് യു ആർ ബിക്കമിങ് എ പപ്പൂസ്. ഓക്കെ, യു ഗോട്ട് മൈ പോയിന്റ്. എന്താ ചേച്ചി പിന്നെ പറഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞു നീ പറ്റിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല നീ. അപ്പൊ ഇതാണേ സ്മിത ആദ്യം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നീ എവിടെയാ? ഞാനിവിടെ പനമ്പള്ളി നഗറില് കരച്ചിൽ പോയിട്ട് വളരെ സീരിയസ്. അപ്പൊ ഞാൻ പറഞ്ഞു പനമ്പള്ളി നഗർ. അതില്ല നീന ഞാനെന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് നിന്നെന്തിനാ പിടിച്ചു വെക്കുന്നത്? അപ്പൊ ഞാൻ പിടിച്ചു വെക്കുന്നത് എങ്ങനെയാ? അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവരെന്നോട് പറഞ്ഞു നീയാണ്. ഇവളെന്തെങ്കിലും ടോണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഒരു നിമിഷം സങ്കടം ഒഴിച്ചത്. അപ്പൊ ഞാനിങ്ങനെ അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ആരെയും ഞാൻ വിളിക്കേണ്ടത് ഞാൻ ആലോചിക്കുകയാണെന്നുള്ളൂ. അപ്പത്തേക്ക് അവരവിടെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി പ്രാങ്ക് ആണെന്ന്. അപ്പൊ ഞാൻ ആദ്യം പക്ഷെ ചോദിച്ചു, ഫസ്റ്റ് തന്നെ ചോദിച്ചു, ഏപ്രിൽ ഫുൾ കഴിഞ്ഞതാണ്, നീ വെറുതെ എന്നെ പൊട്ടത്തിയാക്കാൻ നിൽക്കണ്ടെന്ന്. കാരണം എനിക്കറിയാം അവള് ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് ലിറ്റിൽ നോട്ടിയാണ്. അവൾ മാത്രമല്ല എല്ലാവരും ദേ ആർ ഓൾ ലിറ്റിൽ ഇനി ചേച്ചി ഇവിടെ കുറെ കാര്യങ്ങൾ ചേച്ചിയുടെ വേദവാക്യങ്ങളൊക്കെ പറഞ്ഞ നമ്മൾ കേട്ടു. ആ പറഞ്ഞതിനകത്തൊക്കെ എന്തൊക്കെ സത്യാവസ്ഥയുണ്ട്? ഞാൻ എന്നെ കുറിച്ച് തന്നെ അറിയാൻ പോവുകയാണ്. ചില സത്യം ആരെ വിളിക്കാൻ പോണെന്നറിയോ? ഞാൻ പത്രം മാറ്റില് സ്മിതനെ വിളിക്കാൻ പോവാണ്. ഓക്കെ, യെസ്, കണക്ട് ചെയ്ത് തരും. സ്മിത, നീ മര്യാദക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ. ഹലോ സ്മിത, ഞാൻ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ നിന്നാണ്, രമ്യയാണ് സംസാരിക്കുന്നത്. ഹായ്, എന്റെ കൂടെ നമ്മുടെ നീന ചേച്ചി ഉണ്ട്, നീന കുറുപ്പ്. അതെ, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ നീനാമ്മ വിളിക്കാൻ. ഞാൻ അറിയാണ്ട് ഇടയ്ക്കൊക്കെ പോയിട്ട് നീനാമ്മന്നൊക്കെ വിളിക്കാം. അതെ, അതിന് കാരണമുണ്ട്. എന്നെ ഒരു ബഹുമാനം എടി നീനെ ഒക്കെ വിളിച്ചതിന് ശേഷം പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീനമ്മേ ഇതിന് ഒരു പറ്റിയ സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മാത്രം അമ്മന്ന് വിളിക്കും. ബാക്കി അല്ലെങ്കിലും ഒക്കെ എന്നെ എടി നീനെ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എന്താ എന്നെ അമ്മയെന്ന് വിളിച്ചു. ചില സമയത്ത് എനിക്ക് ബഹുമാനം കൂടും. അത് തന്നെ ചേച്ചി എല്ലാവരോടും ഇപ്പൊ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടീനെ കണ്ടാലും പറയും എന്റെ നീനാന്ന് വിളിച്ചാൽ മതിയെന്ന് അല്ലേ? ആണോ, സെയിം ആണോ? അപ്പോഴേ ഞാൻ ഈ പത്രമാറ്റിലെ ലൊക്കേഷനില് നീന ചേച്ചി എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്യണത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ചേച്ചി ഇവിടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്മിത എന്റെ അടുത്ത് സത്യാവസ്ഥ എന്താണെന്ന് പറയണം. അവിടെ ലൊക്കേഷനിൽ നീന ചേച്ചി എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറയണം. ഓപ്ഷൻ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. പൊതുവെ ലൊക്കേഷനിൽ വന്നാല് നീന ചേച്ചി അന്വേഷിച്ച് നടക്കാറുള്ള ഒരു കാര്യം അതെന്താ? അന്വേഷിച്ച് നടക്കാറ് നമ്മുടെ അനന്തപുരിയിൽ വരുമ്പോ ഫസ്റ്റ് പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ചെയർ അന്വേഷിക്കും ഫസ്റ്റ് വന്ന ഉടനെ. ഇരിക്കാനുള്ള ഇരിപ്പിടം കുറച്ച് അവിടെ ബുദ്ധിമുട്ടാണ് ഇരിപ്പിടങ്ങൾ കിട്ടാൻ വേണ്ടിട്ട്. നമ്മള് നീന ചോദിച്ചോ ഒറ്റയ്ക്കാ മേക്കപ്പ് ചെയ്യുന്നേ. അപ്പൊ നീനക്ക് ചെയർ എവിടെയെന്ന് ചോദിക്കും ഫസ്റ്റ് തന്നെ. എപ്പോഴാണ് ചോദിക്കണമല്ലോ, അപ്പൊ അത് കിട്ടും. ഓക്കെ, എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ കോർണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിരുന്നാൽ ചേച്ചി നിങ്ങൾ എണീപ്പിക്കാറുണ്ടോ അവിടുന്ന്? ഞങ്ങൾ ആരും ഇരിക്കാൻ വേണ്ടി ധൈര്യപ്പെടാറില്ല. കാരണം എല്ലാവർക്കും ഓരോ കോർണർ ഉണ്ട് അവിടെ. നീന പകുതി ദിവസം നമ്മുടെ അനന്തപുരിയിൽ ഇല്ല, നന്ദാവനത്തല്ലേ. എന്നാ പോലും നമ്മൾ അവിടെ ഇരിക്കൂല. ബഹുമാനത്തോടെ നമ്മൾ അവിടെ മാറ്റി വെക്കും ആ സ്ഥലം നീനക്ക്, ഈ സ്ഥലം നീനക്ക് സ്നേഹപൂർവ്വം. തൊട്ടടുത്താണ് നീനയുടെ സ്ഥലം. മൊത്തത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നീന ചേച്ചി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് അതെന്താ? അയ്യോ, അത് ചോദിച്ചാൽ എനിക്കല്ല. നീനക്ക് ഭയങ്കര ഇതൊക്കെ വരുമ്പോ നീന എപ്പോഴും ഇംഗ്ലീഷ് ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, നീന ആറ്റിറ്റ്യൂഡ് ആവുമ്പോ നീന ഇംഗ്ലീഷ് ആണ് സംസാരിക്കാറ്. അപ്പം മലയാളം ഒന്നും പറയൂല. നമുക്ക് വേറെ ആരെങ്കിലും മാറ്റി വിളിക്കാം. ശരിയല്ല, അതെ അതെന്നാ പറയണത്. അടുത്ത ദിവസം ഷെഡ്യൂൾ 15 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്മിത, നീ സൂക്ഷിച്ചോ. ഇംഗ്ലീഷ് പറയും. പിന്നെ ഫോണിലാണെങ്കിലും നീന ഇംഗ്ലീഷേ പറയത്തുള്ളൂ. നമ്മളോട് മലയാളം ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ പറയും. അതെ, സ്റ്റൈല് കാണിക്കാനായിട്ട് അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലേ? അതെ അതെ, ഫ്രേസ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സ്റ്റൈല് കാണിക്കാൻ. ഓക്കെ, അടുത്തത്. ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഭക്ഷണം കിട്ടുന്നതാണ് നീന ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഭക്ഷണം കഴിക്കുന്നേ ഇഷ്ടമല്ല.
നീന എങ്ങനെയാണ് ഭക്ഷണം നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മള് ഫുഡിന്റെ ടൈം ആകുമ്പോ നീനെ വിളിക്കാൻ നീമ അറിഞ്ഞോണ്ട് പിന്നെ ഉറക്കം നടിക്കും. എത്ര വിളിച്ചാലും നീന വരത്തില്ല. നീന ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ ഇരിക്കും. ഞാനും കുറച്ചൊക്കെ ഫുഡ് ബാക്ക് അടിക്കുന്ന ആളാണ്. എന്നാ പിന്നെ ബാ നീന, നമുക്ക് മറ്റുള്ളവരെ കഴിപ്പിച്ച് അവരെങ്ങനെയും വണ്ണം വെക്കണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പൊ നീനെ വിളിക്കും. പക്ഷെ നീന ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. നിനക്ക് ഫുഡ് അത്ര ഇഷ്ടല്ല. നമ്മുടെ കൂടെ പുറത്തൊക്കെ വരുമ്പോ ചിക്കനും ഓംലെറ്റും അങ്ങനെയൊക്കെ കഴിക്കും. അങ്ങനെ റൈസ് ഒന്നും ഇഷ്ടമല്ല. ആണാ? എന്നിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞത് പൂരി മസാല, പുട്ടുകടല. അതൊക്കെ ഇഷ്ടമാണ്. കാരണം നീന എപ്പോഴും കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടാ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇഷ്ടമാണ്. നമ്മൾ കാണുന്നില്ലല്ലോ കഴിക്കുന്ന എന്തുവാന്ന്. ഓക്കെ. അപ്പൊ ഭക്ഷണം ഒന്നും കഴിക്കാറില്ല ചുരുക്കത്തിൽ. കുറച്ച് കഴിക്കും. പിന്നെ അനന്തപുരി പോയി കഴിഞ്ഞാൽ എനിക്ക് ബിന്ദു അമ്മ കഴിക്കത്തുള്ളൂ. കൺട്രോൾ ചെയ്തേ കഴിക്കും. ഓ, അടുത്ത ചോദ്യം. സെറ്റിലെ നീന ചേച്ചിയോട് പൊതുവെ സഹതാരങ്ങൾക്ക് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് പേടിയാണോ, അതോ വല്ലാത്തൊരു ബഹുമാനാണോ, അതോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണോ എല്ലാവർക്കും? ആർക്കും പേടിയില്ല, ആർക്കും വലിയ ബഹുമാനവും ഇല്ല. കറക്റ്റ്. ബെസ്റ്റ് ഫ്രണ്ടിനെ പോലാണ്. എനിക്ക് സമ്മാനം തരണം. നമ്മള് തമാശ പറയും, കളി ചിരി അടിപൊളി, എല്ലാവരുടെയും തോളത്ത് കൈയിട്ട് കെട്ടിപ്പിടിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു വ്യത്യാസവും വേറെ കൃത്യവും ഇല്ല അവിടെ. ഒന്നുമില്ല. എല്ലാരും നമ്മള് ആദ്യമൊക്കെ നീനാനെ കാണുമ്പോ നമ്മൾ കുറച്ച് സീനിയർ അല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഞാൻ തന്നെ എന്റെ വില കളഞ്ഞു. ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ. അപ്പൊ നീന ചേച്ചി എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ആകെ ഈ ഒരു ഉത്തരം മാത്രമേ ശരിയായിട്ടുള്ളൂ, ബാക്കി ഉത്തരങ്ങളെല്ലാം തെറ്റാണ്. അപ്പോഴേ ഞാൻ ചെയർ കിട്ടാറില്ല, അതുകൊണ്ട് ആ മൂലയിലാണ് ഇരിക്കാറ്. ചെയർ കിട്ടാറില്ല, അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും വന്ന ഉടനെ ചെയർ അന്വേഷിക്കും. പക്ഷെ ഇപ്പം കിട്ടാറില്ല, അതുകൊണ്ട് പിന്നെ നമ്മളത് മറന്നു. ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് ഇവിടെ ചേച്ചിക്ക് ഞാൻ ചോദിച്ചതിനകത്തെ 3 ചോദ്യങ്ങളും തെറ്റായതുകൊണ്ട് എനിക്ക് ഇവിടെ ചേച്ചിക്ക് കുറെ പനിഷ്മെന്റ് ഉണ്ട് കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചേച്ചിക്കുള്ള പനിഷ്മെന്റ് കൊടുക്കട്ടെ ഞാൻ, എന്നിട്ട് പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പണിഷ്മെന്റ് ഞാൻ കൊടുത്തു. സ്മിതയ്ക്കുള്ള പനിഷ്മെന്റ് ചേച്ചി നേരിട്ട് വരുമ്പോ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പൊ താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ശരി, ബൈ. അപ്പോൾ മകളെ, പനിഷ്മെന്റ് വേണ്ടേ? ഒരു ഒറ്റ ഉത്തരമാണ് ശരിയായിരിക്കുന്നത്. നീനമൂല. അത് മൂല. ഇവർ ചേർന്നല്ലേ ചേർ കിട്ടാറില്ല, അതുകൊണ്ട് മൂല. ഇല്ല, എന്നാലും നോക്കട്ടെ. അത് നമ്മുടെ പ്രൊഡ്യൂസർ അപ്പൂസും പപ്പൂസൊക്കെ തീരുമാനിക്കണം. ടെൻഷനായി. ഉറക്കം കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ മാറല്ലോ. അപ്പൊ എന്താന്നറിയോ ഫസ്റ്റ് പനിഷ്മെന്റ്? ആക്ടിംഗ് സെഗ്മെന്റ് ആണ്. ഞാൻ ആക്ട് ചെയ്യണോ? പിന്നെ ഇത്ര നല്ലൊരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് ആക്ടിംഗ് സെഗ്മെന്റിൽ ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടണം. എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, പഞ്ചാബി ഹൗസിൽ ഞാനാണ് രമ്യ നായിക, ഞാനല്ലേ അവർക്ക് ശബ്ദം കൊടുത്തത്, അവർക്ക് വേണ്ടിട്ട് എല്ലാം സംസാരിച്ചതും എല്ലാം ഞാനല്ലേ, അപ്പൊ ഞാനല്ലേ അതിനകത്ത് നായിക, പിന്നെ രമ്യ എന്താണ് മോഹിനി നായിക എന്നൊക്കെ ഇങ്ങനെ പറയണത്. ഇനി ഇത് ആരെങ്കിലും കട്ട് ചെയ്തിട്ട് ഇത് കൊണ്ടിട്ട് ഇട്ടിട്ട് വേണം എന്നെ ട്രോൾ ചെയ്തിട്ട് എന്നെ കൊല്ലാൻ. ഞാൻ ഇത് ചെയ്യൂല. ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ എന്റെ സജഷൻ ആട്ടോ, നമ്മൾ ഈ ഗ്ലിസറിൻ ഇട്ടിട്ടാണ് കരയാന്നല്ലേ എല്ലാരും വിചാരം. ഗ്ലിസറിൻ ഇടാതെ കരയാം. ഓഹോ, ഇങ്ങനെ കരച്ചിൽ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാണോ? ആണോ? ഇപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞല്ലോ. ഇതെന്താ ചേച്ചി ഇങ്ങനെ പറഞ്ഞു? എന്താ പഞ്ചാബി ഹൗസിലെ നായകൻ ഞാനാന്ന് പറഞ്ഞു കണ്ടോ? കണ്ണ് നിറഞ്ഞോ? കണ്ണു നിറയണോ? നിങ്ങളെ ഇങ്ങനെ നമ്മളൊക്കെ അഭിനയിക്കുന്നവിടെ. പഞ്ചാബി ഹൗസിലെ നായകൻ ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. രമ്യ, പഞ്ചാബി ഹൗസിലെ നായകൻ ഞാനല്ല രമ്യ. നീ പിന്നെ എന്തിനാണ് മോഹിനിയാന്ന് പറഞ്ഞ് നടക്കുന്നത്? അവരെന്റെ ഈ കണ്ണീരിനെ ആര് തുടയ്ക്കും? ചേച്ചി വെറുതെ സപ്പോർട്ട് ചെയ്തോന്നല്ലേ ഉള്ളൂ. വേണ്ട, it's too bad. I don't like this. ഇംഗ്ലീഷ് വന്നു. എന്റെ കണ്ണ് നിറഞ്ഞില്ലേ? എന്ത് കള്ളിയാ നോക്കിക്കേ. നിങ്ങളെയൊക്കെ എപ്പോഴും പറഞ്ഞ് പറ്റിക്കുമല്ലേ? സെക്കൻഡ്സ് പറഞ്ഞോണ്ടിരുന്ന സെക്കൻഡിൽ കണ്ണുകൾ നിറച്ചു. അപ്പൂസേ
അടുത്ത് വേറെന്തെങ്കിലും അടുത്ത പനിഷ്മെന്റ് അപ്പൊ എല്ലാവരും വിചാരം നടിമാർ കരയുമ്പോൾ വിചാരിക്കും നമ്മൾ ഗ്ലിസറിൻ ഇട്ടിട്ടാണ് കരയുന്നത്. പക്ഷെ അല്ല, ഒരുപാട് പേര് ഗ്ലിസറിൻ ഇടാതെ അവിടെ ലൊക്കേഷനിലും നമ്മൾ അധികം. അപ്പോ ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന അടുത്ത പനിഷ്മെന്റ് എന്ന് പറയുന്നത് പ്രാങ്ക് കോൾ ആണ്. ചേച്ചിയോട് തന്നെ പറഞ്ഞ പത്രമാറ്റില് ചേച്ചിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വിളിച്ച് പറ്റിക്കാം. ഓക്കെ, എന്നിട്ട് അവരോട് പറയേണ്ട എന്താന്ന് വെച്ചാല്, പത്രമാറ്റ് സീരിയലിൽ ഇപ്പൊ നിങ്ങൾ സാരി ചെല്ലിടുന്ന ചേച്ചി, അപ്പൊ എന്റെ ഈ ലാസ്റ്റ് എടുത്ത സാരി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചേച്ചി ഒരു ടോപ്പിക് ഉണ്ടാക്കിക്കോ. ആ സാരി നീ കണ്ടോന്നോ അല്ലെ പിടിച്ചോന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിക്കാം. ആരെ? നവ്യ. അനുഷ. അപ്പൊ ചേച്ചിയുടെ ഫോൺ എടുത്തോ, വിളിച്ചോ. സ്പീക്കറിൽ ഇടണം കേട്ടോ. ദൈവമേ, ആ കുട്ടിക്ക് ഇതില് ഞാനാവോ പ്രാങ്ക്? ഇല്ല, എന്റെ മേലെ ആവോ? അവളെന്നെ തെറി വിളിക്കുവോ? ഇപ്പത്തെ മക്കളാണേ, ഒന്നും പറയാൻ പറ്റില്ല. ശരിയാ. ഹലോ നവ്യ മോളെ. എന്തോ മോളെ, അന്ന് നമ്മൾ മറ്റേ എന്താണ് നമ്മള് നൂലുകെട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ സീൻ ഉണ്ടല്ലേ, ആ സീനിൽ അമ്മ ഒരു റെഡ് സാരി ഇട്ടില്ലേ? ആ സാരി മോളുടെ ബാഗിലുണ്ടോ? അറിയോ, ഞാന് അതെയോ? കാരണം എന്തറിയോ, എന്നോട് ഞാൻ ആ കോസ്റ്റ്യൂമിനെ വിളിച്ച് ചോദിച്ചേ, സാരി കാണാനില്ല, കാരണം ഈ പ്രാവശ്യം അതിന്റെ എന്തോ ഒരു സീൻ ചിലപ്പോൾ ബാക്കി വരും, എന്തോ ഓർമ്മ സീൻ എന്തോ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു ആ സാരി എവിടെയാ ഉള്ളതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇല്ല. കോസ്റ്റ്യൂമിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നവ്യ ചേച്ചിന്റെ സാരിയാന്ന് വിചാരിച്ചിട്ട് അനുഷയുടെ സാരിയാന്ന് വെച്ചിട്ട് ഞാൻ അതിലാണ് പാക്ക് ചെയ്ത്. അനുഷയ്ക്ക് അറിയാം. ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത് അനുഷയുടെ സാരി ആണെന്ന് ചോദിച്ചപ്പോൾ ആന്നും പറഞ്ഞു ഒരു റെഡ് സാരി അല്ലേന്ന്. മോള് വേറെ ഏതെങ്കിലും റെഡ് സാരി എടുത്തിട്ടുണ്ടായിരുന്നോ? ഫോട്ടോ അല്ല, പക്ഷെ മോളുടെ ബാഗിൽ ഇല്ലാന്ന് ഉറപ്പാണ്. അതെങ്ങനെ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. കാരണം അന്നിപ്പോ ലാസ്റ്റ് ദിവസം ഞാൻ എങ്ങനെയാ അവിടുന്ന്. പക്ഷെ അവൻ പറയുന്നത് മോൾ അറിഞ്ഞിട്ട് എടുത്തു വെച്ചു എന്നാണ്. അറിഞ്ഞിട്ട് എടുത്തേക്ക് എന്റെ സാരിയ പറഞ്ഞെങ്കിൽ എന്റെ സാരി ആയിരിക്കണം. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ എടുത്തു വെച്ചു എന്നാ പറഞ്ഞത്. എനിക്ക് ഇതിന് ഓർമ്മയില്ലേ ഈ കാര്യത്തില്. ഇത് നീനാമയുടെ സാരി എന്റെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ എടുത്തേക്ക്? വളരെ മോശമാണ് നവ്യ, അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. എന്താ ചിരിക്കുന്നത്? പട്ട് സാരിയല്ലേ, നല്ല വില പിടിച്ച സാരിയല്ലേ അത്. അപ്പൊ അതാ അങ്ങനെ മാറ്റി കൊണ്ടുപോയിട്ട് ബാഗിൽ കൊണ്ടുപോയി വെക്കാന്ന് പറഞ്ഞത്. എനിക്കറിയില്ല, എനിക്കൊരു പേര് സാരി പോലും എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരം എത്തുമ്പോ എന്റെ ബാഗിൽ എവിടെയും മടക്കി വെച്ചിട്ടുണ്ടോ നോക്കാം. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവൻ പറയുന്നത് എന്റെ സാരി. ഇതിന് മുമ്പേ ഒരു സാരി കളഞ്ഞപ്പോഴും അവൻ പറഞ്ഞു അനുഷ കൊണ്ടുപോയതെന്ന്. എന്താണെങ്കിൽ ഓക്കെ, എനിക്കിതിൽ വിശ്വാസം ഇല്ല. വളരെ മോശമായി കേട്ടോ. കുഴപ്പമില്ല മോളെ, ഇത് പ്രാങ്ക് കോൾ ആയിരുന്നു കേട്ടോ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂവിന്റെ ഇടയിലുള്ള പ്രാങ്ക് കോൾ ആയിരുന്നു. കുഴപ്പമില്ല, നിന്റെ സാരി ഒന്നും എടുത്തിട്ടില്ല. ഒരു ഇച്ചിരി വിഷമായി അല്ലേ അമ്മ അങ്ങനെ സംസാരിച്ചപ്പോ? അല്ല, ആദ്യം കോമഡി പറയണമെന്നാ വിചാരിച്ചത്. അതായത് എന്തായാലും മോശം കളിയാക്കല്ലോ. പക്ഷെ പിന്നെ പറയുന്നില്ല. ഞാൻ വെറുതെ ചോദിച്ചതാ മോളെന്ന് പറയുന്നില്ല. ഞാൻ അതിന് വെയിറ്റ് ചെയ്യത്. ഞാനൊരു നല്ല അഭിനേത്രി അല്ലേ, ഞാനൊരു നല്ല ആക്ട്രസ് അല്ലേ. അപ്പൊ ഇത് കുറച്ച് അത് കൺവിൻസ് ആവണ വരെ ഞാൻ അത് കീപ്പപ്പ് ചെയ്യണ്ടേ. ഒന്ന് വിഷമായോ വേറെ? ഇല്ല ഇല്ല, ഞാനിങ്ങനെ തമാശ പറഞ്ഞ എന്താ തമാശ അല്ലാന്ന് തോന്നിയപ്പോ വിഷമായോ? വിഷമായില്ലേ? ആയിന്ന് പറയൂ, മനസ്സിലായി ആയിന്ന് പറയൂ. കാരണം ഇല്ലെങ്കിൽ ഞാനാണ് ഇവിടെ മോശമാവുന്നത്. നീനാമ അങ്ങനെ പറയില്ലാന്ന് എനിക്ക് ഉറപ്പാണല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ വിഷമമുണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വിചാരിക്കില്ലെന്ന് അറിയില്ല. ഇതിപ്പോ ആരാണ് ഫുള്ളായത്, ഞാനാണോ അവളാണോ? മോളെ വിഷമായി പറയൂ മോളെ, പ്ലീസ്. മോൾ പറ മോളെ, മോൾ വിഷമായി പറയൂ. ഒരു മിനിറ്റ്, ഞാൻ രമ്യക്ക് കൊടുക്കാം. ഹലോ നവ്യ. ഹലോ. ഹായ്, എന്റെ പേര് രമ്യ എന്നാണ്. ഞങ്ങള് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂവില് നീന ചേച്ചി എന്റെ കൂടെ വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കുക, എനിക്കൊരു പണിഷ്മെന്റ് തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചപ്പോ നമ്മൾ പറഞ്ഞു ചേച്ചി നമുക്ക് ആരെങ്കിലും വിളിച്ച് പറ്റിക്കാമെന്ന്. അങ്ങനെ ചേച്ചി വിളിച്ചു. അതെ, അത് കിട്ടിയത് നവ്യക്കായിരുന്നു കിട്ടിപ്പോയത്. അതിന്റെ ഇതായിട്ട് വിളിച്ചതാണ്. സുഖമായിട്ടിരിക്കുന്നോ?
ഓ സുഖമായിട്ടിരിക്കുന്നു. എന്നാ ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നവ്യയുടെ അടുത്ത്. ചോദിച്ചോ. നമ്മുടെ നീന ചേച്ചി സെറ്റിൽ വന്നിരിക്കുമ്പോഴാ, അല്ല പോട്ടെ നീന ചേച്ചി വേണ്ട, അമ്മ. ഓക്കെ, ഈ അമ്മയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഏതാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? എനിക്കിപ്പോ ചോദിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ചെടുക്കും. ഇപ്പൊ ഞാൻ വെറുതെ പറയാണ്, അയ്യോ മിഠായി കഴിക്കാൻ തോന്നുന്നല്ലോ പറയുമ്പോഴേക്കും 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മിഠായി ഉണ്ടാവും. എവിടുന്നെങ്കിലൊക്കെ മിഠായി മേടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചു കൊടുക്കുക, അത് ചെയ്യുക അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. ആണല്ലേ? അതാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരി നവ്യ, നമുക്ക് വീണ്ടും സംസാരിക്കാം കേട്ടോ, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.